കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇന്ത്യ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് ട്രംപ് പറഞ്ഞത്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹം ശരിയാണ് അമേരിക്ക പറഞ്ഞത്, ഇന്ത്യ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യ നാണം കെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വാലിൽ തൂങ്ങിയിട്ട് പറയുകയാണ്, ശരിയാണ്, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട്, ഈ ഇന്ത്യയുടെ ഉപ്പൻചോറ് നിന്നുകൊണ്ട്, ഈ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ജോർജ് സോറസിനെയും മറ്റാളുകളെയൊക്കെ കണ്ടതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതും എവിടെയൊക്കെ കറങ്ങി എന്തൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ട് ഇപ്പോൾ പട്ടായയിലും കൊളംബിയയിലും മലേഷ്യയിലും ബ്രിക്സിലും പെറുവിലും എല്ലാം പോയിട്ട് തിരിച്ച് പിന്നെ ടൂറിസം ഒക്കെ കഴിഞ്ഞ് ടൂറും പിന്നെ എന്താ പറയുക ഭാര്യയും മക്കളെ എല്ലാം കഴിഞ്ഞ് കണ്ട് തിരിച്ചു വരുന്നത് ഇന്ത്യയിലേക്കാണ്. ഇവിടെ വന്നിട്ടാണ് ഇന്ത്യയുടെ എന്താ പറയുക എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിക്കുന്നത്. ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ കുടുംബവാഴ്ച മുഴുവൻ ആസ്വദിക്കുന്നതൊക്കെ ഇന്ത്യ വന്നിട്ടാണ്. എന്നിട്ട് ഇന്ത്യയോട് പറയുകയാണ് ഇന്ത്യയുടേത് ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അങ്ങോട്ട് നാവ് ഇവിടം വരെ ഇറങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്ക് അമേരിക്ക ഷട്ട് ഡൗൺ, കട്ട് ഡൗൺ അല്ല ഷട്ട് ഡൗൺ. അമേരിക്ക അടച്ചുപൂട്ടി, നാസ വരെ അടച്ചു. ഇന്ത്യ ആണെങ്കിലോ 40ഓളം വിപണികളാണ് തുറന്നത്. അമേരിക്ക തീരുവയുമായി ബന്ധപ്പെട്ട അതായത് 50% തീരുവ നമുക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പല സാധനങ്ങൾക്കും നമ്മുടെ പല വിപണികൾക്കും വലിയ തിരിച്ചടി, യാഥാർത്ഥ്യത്തോടെ തന്നെ പറയണമല്ലോ, ഇന്ത്യക്ക് വ്യാവസായിക രംഗത്ത് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മുടെ എക്സ്പോർട്ടുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റൈൽസ് രംഗത്ത്, സമുദ്രോൽപ്പന്ന രംഗത്തൊക്കെ നമുക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ തിരിച്ചടി എത്രയും വേഗം പരിഹരിക്കാനായി 40 രാജ്യങ്ങളുടെ വിപണിയാണ് നമ്മൾ തേടുന്നത്. അപ്പോൾ ഈ 40 രാജ്യങ്ങളും, ഇന്ത്യ എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരു മാർക്കറ്റാണ്. ഏകദേശം 148 കോടി ജനങ്ങളുടെ ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ വിപണിയെ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു വിപണിയാണ്. ആ വിപണിയിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും രാജ്യങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ധൈര്യമായി വരൂ, ഞങ്ങളുടെ വിപണികൾ നിങ്ങൾക്ക് തുറന്നു തരികയാണ്. അതായത് ഇന്ത്യ ഡെത്ത് എക്കോണമിയാണ് എന്ന്, ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞ് ട്രംപിന്റെ സമ്പദ് വ്യവസ്ഥ മൊത്തവും തകരാറിലായി. ട്രംപിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ട്രംപിന്റെ മൊത്ത സമ്പദ് വ്യവസ്ഥയും തകരാറിലായി. അവിടെ ഷട്ട് ഡൗൺ തുടരുകയാണ്. ഇപ്പോഴും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്. ഏകദേശം 7 ലക്ഷം പേർക്ക്, 7 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി പോകും എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഷട്ട് ഡൗൺ ഇങ്ങനെ തുടരുകയാണ്. ട്രംപ് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് പറയുകയാണ്. അവിടെയാണ് നാസ വരെ അടച്ചുപൂട്ടിയതും പിന്നെ എന്താ പറയുക, ജനങ്ങൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. ധനകാര്യ ബില്ല് പാസ്സാക്കാതെ വരുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങൾ അടക്കം ജനജീവിതത്തെ അടക്കം അമേരിക്കയിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ അടുത്ത് പോയി ലോകരാജ്യങ്ങളോട് സംസാരിച്ച് നമ്മുടെ ഇന്ത്യൻ വിപണി ലോകരാജ്യങ്ങളിൽ തുറന്നു കൊടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ വിപണിയുടെ, നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് പല രാജ്യങ്ങളിലും വലിയ മാർക്കറ്റുണ്ട്. നമ്മുടെ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്ക് പല രാജ്യങ്ങളിൽ മാർക്കറ്റുണ്ട്. നമ്മുടെ മരുന്ന് ഉൽപ്പന്നങ്ങൾക്ക് പല രാജ്യങ്ങളിലും മാർക്കറ്റുണ്ട്. നമ്മുടെ പല പ്രോഡക്റ്റുകൾക്കും പല രാജ്യങ്ങളിലും മാർക്കറ്റുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇതാണ് ഇന്ത്യയിൽ രാജ്യങ്ങൾ. ഇപ്പോൾ ജപ്പാനായിട്ടാണെങ്കിലും, ജപ്പാനുമായി നമ്മൾ ഏകദേശം $10 മില്യൺ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫ്രാൻസുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അങ്ങനെ ചൈനയുമായി നമുക്ക് വലിയ ബന്ധമുണ്ട്. ബ്രസീലുമായി നമുക്ക് വലിയ ബന്ധമുണ്ട്. ഇറാഖിൽ നിന്ന് നമ്മളിപ്പോൾ ക്രൂഡ് ഓയിൽ വാങ്ങാമെന്ന് പറയുന്നുണ്ട്. റഷ്യയുമായി നമുക്ക് വലിയ അടുപ്പമാണുള്ളത്. ഇറാനുമായി, GCC രാജ്യങ്ങളുമായി, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ യൂറോപ്പിലെ തന്നെ ബ്രിട്ടൻ അടക്കം പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ ആ ബന്ധമൊക്കെ ഇന്ത്യ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ വിപണിയാക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ചത്ത സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ആരുടേതായി ചത്ത സമ്പദ് വ്യവസ്ഥ? ട്രംപിൻ്റെതായി. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കൊന്നും പറയാനില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതായത്
അമേരിക്കൻ സർക്കാർ ഷട്ട് ഡൗൺ തുടരുകയാണ്. സർക്കാർ ചിലവുകൾക്ക് ആവശ്യമായ അനുമതി ബില്ലിൽ സെനറ്റിൽ വോട്ടെടുപ്പ് നടന്നു. എന്നാൽ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാൻ ആവശ്യമായി പിന്തുണ ലഭിച്ചില്ല എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അടച്ചുപൂട്ടൽ തുടരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അമേരിക്കയിൽ തുടരുന്ന ഷട്ട് ഡൗൺ ജനജീവിതത്തെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഷട്ട് ഡൗൺ നീണ്ടാൽ അമേരിക്കയിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങൾ നിരവധിയാണ്. നിലവിൽ ജനങ്ങൾക്ക് പണിയില്ല, പണമില്ല, സേവനങ്ങളോ സഹായങ്ങളോ ഇല്ല എന്ന ഒറ്റ വാചകത്തിൽ പറഞ്ഞു നിർത്താവുന്നതാണ്. അതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ സ്ഥിതി. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം നിർത്തിക്കൊണ്ടുള്ള അടച്ചുപൂട്ടലാണ് ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. സർക്കാർ തൊഴിലാളികളിൽ 40% പേരെ, അതായത് 7,50,000 പേരെ ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2000-ലധികം നിയമപാലകർക്ക് കൂലി കിട്ടില്ല. അത്യാവശ്യക്കാരല്ലാത്ത ജീവനക്കാർ വീട്ടിൽ തന്നെ തുടരാൻ നിർബന്ധിതരാകും. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ആശുപത്രിയിലെ മെഡിക്കൽ കെയർ സ്റ്റാഫ്, അതിർത്തി സംരക്ഷണ മേഖലയിലെ ജീവനക്കാർ, ഇങ്ങനെ എല്ലാ മേഖലയിലും പിരിച്ചുവിടലാണ്. എയർ ട്രാഫിക് കൺട്രോൾമാരില്ലാത്ത വിമാനത്താവളങ്ങൾ അടച്ചിടും. പാസ്പോർട്ട് ഏജൻസികൾ യാത്രാരേഖകൾ തയ്യാറാക്കുന്നതിന് സമയമെടുക്കും. യാത്രക്കാർ വലയും എന്ന് തീർച്ച. സർക്കാരിന്റെ ഭക്ഷ്യസഹായ പദ്ധതികളെയും ഷട്ട് ഡൗൺ ബാധിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പോഷകാഹാര പദ്ധതിയുടെ ഫണ്ട് കാലിയാകുമെന്നാണ് പ്രധാന ആശങ്ക. വൃദ്ധർക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള സാമൂഹിക ആരോഗ്യ പദ്ധതികളായ മെഡിക്കെയർ, മെഡിക്കെയ്ഡ് എന്നിവയിലും ജീവനക്കാരുടെ കുറവ് തടസ്സമായേക്കാം. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് തുടങ്ങി നിരവധി ഏജൻസികൾ നിരവധി തൊഴിലാളികളെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും ദുരന്ത ഏജൻസികൾ നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങളെയും അടച്ചുപൂട്ടൽ ബാധിക്കും. അതായത് അമേരിക്ക പൂർണ്ണമായും നിശ്ചലമായി എന്നുള്ളതാണ്. ട്രംപ് വലിയ ആവേശത്തോടെയൊക്കെയാണ് പറഞ്ഞത്, ഞങ്ങൾ തീരുവയൊക്കെ കൂട്ടും, ഇന്ത്യ ഇനിയിപ്പോൾ തകരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ പറഞ്ഞു, ഇന്ത്യ പെട്ടെന്ന് പോയി അമേരിക്കയുടെ കാല് പിടിച്ചില്ലെങ്കിൽ അമേരിക്ക തീരുവ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യമൊക്കെ തീരുമാനമാവും, അതുകൊണ്ട് പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് ഇന്ത്യയിലെ തന്നെ പല പ്രതിപക്ഷ കക്ഷികളോ ഇന്ത്യയോട് പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു, ട്രംപിനോട് പോയി പണി നോക്കാൻ പറ, ഇന്ത്യയിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഇന്ത്യൻ സർക്കാരിന് നല്ല കഴിവുണ്ട്, ഞങ്ങൾക്കറിയാം ഇന്ത്യയിൽ എന്താണ് വേണ്ടത്, അതിന് അമേരിക്ക പാഠം ഒന്ന് പഠിപ്പിച്ച് തരേണ്ട. അമേരിക്കയുടെ പ്രതികാര നടപടിയാണെങ്കിൽ അമേരിക്ക അതങ്ങ് തീർത്തോട്ടെ, കശ്മീർ വിഷയം സംസാരിക്കാൻ ഞങ്ങൾ അനുവദിച്ചില്ല എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. വ്യക്തിപരമായ ഇടപെടലാണ് ഈ ഉപരോധം, അല്ലാതെ വിദേശ പോളിസി നയത്തിലുള്ള ഇടപെടലല്ല. ഇത് വ്യക്തിപരമായ ഇടപെടലാണ്. അതായത് പാകിസ്ഥാനെ നമ്മൾ ഇങ്ങനെ നിരന്തരം ചൊറിയുന്നു, എനിക്ക് നൊബേൽ സമ്മാനത്തിന് വേണ്ടി സംസാരിച്ചവരാണ് അവർ, അപ്പോൾ അവർക്ക് മെക്കിട്ട് കയറിയാൽ ഞാൻ നിങ്ങളെ വിടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ എന്താ പറയുക, രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന തീരുമാനങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ട്രംപ് കരുതിയില്ല അമേരിക്കയുടെ അവസ്ഥ ഇതിലും പരിതാപകരമായിരിക്കും എന്നുള്ളത്. ട്രംപ് മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്രംപ് മറന്നെങ്കിൽ ഇന്ത്യ അതൊന്ന് ഓർമ്മിപ്പിച്ച് കൊടുക്കുകയാണ്. അതായത് അവിടുത്തെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് ആളുകളെ ഇല്ലെന്ന് വെച്ചാൽ ശമ്പളം കൊടുക്കാനില്ലല്ലോ, അപ്പോൾ ഫണ്ട് വരുന്നില്ല. അതുകൊണ്ട് ബഹിരാകാശ പ്രവർത്തനങ്ങളൊക്കെ നാസ പൂട്ടിക്കെട്ടി വീട്ടിൽ കൊണ്ടുവച്ചു. ഇപ്പോൾ റോക്കറ്റ് എന്താ പറയുക, ചുമ്മാ ഇരിക്കുന്ന റോക്കറ്റ് ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൽ വിട്ട് കളിയെന്നാണ് പറയുന്നത്. വെറുതെ ഇരിക്കുകയല്ലേ, വേറെ പണിയൊന്നും അതിനില്ലല്ലോ, നാസയൊക്കെ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലെത്തില്ല, അപ്പോൾ വെറുതെ ഒരു റോക്കറ്റ് വിട്ട് കളിയെന്നാണ് പറയുന്നത്. എന്തായാലും ട്രംപിൻ്റെ കലികാലം നല്ല കാലം എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവും രാഹുൽ ഗാന്ധിയും കൂടെ വാ തുറന്നു, ട്രംപ്